ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെ അറിയേണ്ട, ചെയ്യേണ്ട, പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം വലിയ അമലുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ദുൽഹിജ്ജ മാസം കടന്നു വന്നാൽ ഞങ്ങൾ എന്താണ് ഉസ്താദെ ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താണ് പറയേണ്ടത്, ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരുമോ എന്ന് പല ആളുകളും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെ നമ്മൾ ചെയ്യേണ്ട 9 കാര്യങ്ങളുണ്ട്, 9 അമലുകളുണ്ട്. ആ 9 അമലുകൾ ചെയ്താൽ ഇൻഷാ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദുൽഹിജ്ജ മാസം നമുക്ക് അനുകൂലമായി കിട്ടും. ഏതൊക്കെയാണ് 9 കാര്യങ്ങൾ, എന്തൊക്കെയാണ്, അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, പറയേണ്ടതെന്ന് വിശദമായി കേൾക്കാം. പല ഉസ്താദുമാരും പറയുന്നത് കേട്ടു, ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെ സൂറത്തുൽ ഫജ്ർ ഓതണമെന്ന്. അതുള്ളതാണോ ഉസ്താദ്? സൂറത്തുൽ ഫജ്ർ ഓതിയാൽ എന്തെങ്കിലും പ്രതിഫലമുണ്ടോ? ചില ഉമ്മമാർ ചോദിക്കുന്നു, ഉസ്താദെ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഞങ്ങൾ സാധാരണ പറയുന്ന ദിക്റുകൾ തന്നെ പറഞ്ഞാൽ മതിയോ, അതോ വ്യത്യസ്തമായ ഏതെങ്കിലും ദിക്റുകൾ പറയണോ? ദുൽഹിജ്ജ മാസം 1 to 10 വരെ അല്ല, ദുൽഹിജ്ജ മുഴുവനായും നമ്മൾ പറയേണ്ട ഒരു ദിക്റുണ്ട്, സ്പെഷ്യലായ ഒരു ദിക്ർ. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്ക് ഏതാണെന്ന് കേൾക്കാം. ഓരോ മാസവും കടന്നു വരുമ്പോൾ, ഓരോ പ്രത്യേക ദിനങ്ങളും കടന്നു വരുന്ന സമയത്ത് ഇന്നാലിന്ന അമൽ ചെയ്താൽ ഒരുപാട് പ്രതിഫലമുണ്ട് എന്നൊക്കെ ഉസ്താദുമാർ പറയുമ്പോൾ അതിനെ ട്രോളാനും കളിയാക്കാനും നിസ്സാരവൽക്കരിക്കാനും നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരവരുടെ പാട്ടിന് പോട്ടെ, പറയുന്നത് മുഅ്മിനീങ്ങളോടാണ്. ഇത് പറയുന്നത് ഓരോ ഉലമാക്കളും, നമുക്ക് മുൻപ് കടന്നുപോയ ഓരോ സ്വഹാബിമാരും, എന്തിന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നമ്മൾ അറിയാത്ത ഒരുപാട് ഹദീസുകൾ, കേൾക്കാത്ത ഒരുപാട് ഹദീസുകളുണ്ട്. ആ ഹദീസുകളൊക്കെ ക്രോഡീകരിച്ച് നമുക്ക് പറഞ്ഞു തന്ന ഉലമാക്കളുടെ വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതെൻ്റെ സ്വന്തം വകയല്ല, ഇതൊക്കെ കിതാബുകളിലുള്ള കാര്യമാണ്. ഇൻഷാ അള്ളാഹ് നമ്മൾ ചെയ്യേണ്ട ഏകദേശം 9ഓളം കാര്യങ്ങൾ, ഇത് മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഈ ദുൽഹിജ്ജ മാസം നമുക്ക് അനുകൂലമായി സാക്ഷിയാകും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും എല്ലാവിധത്തിലുള്ള ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഈ പുണ്യമായ ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന, മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ അടുക്കൽ നിന്നും ഹജ്ജിനും ഉംറക്കൊക്കെ ആയി പോയിട്ടുള്ള മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജുമ്മമാരുടെയും എല്ലാ അമലുകളും അള്ളാഹു തആല കബൂലാക്കട്ടെ. നമുക്കുമൊക്കെ ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് പടച്ചവൻ നൽകട്ടെ, ആമീൻ. ദുൽഹിജ്ജ മാസം, ഈ ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കണം. ആ ഒരു സമയത്ത് നമ്മൾ അറിയേണ്ട, ചെയ്യേണ്ട, പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം നന്മകൾ, ഏകദേശം 9ഓളം കാര്യങ്ങളുണ്ട്. ആ 9ഓളം കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അമൽ ചെയ്താൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം പടച്ച തമ്പുരാൻ നൽകും. ഈ 9 കാര്യങ്ങളും ഇതല്ലാത്ത മറ്റ് ഇബാദത്തുകളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനും അല്ലാഹു തആലയുടെ അടുക്കൽ വലിയ പ്രതിഫലം കരസ്ഥമാക്കാനും പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ഒരുപാട് ദുൽഹിജ്ജകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇല്ലാതിരുന്ന ഒരു ആത്മീയമായ ഉണർവും ഒരു ഉന്മേഷവും ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് ഉണ്ടാവണം. കാരണം ഓരോ വർഷവും കടക്കും തോറും നമ്മുടെ വായുസ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ മരണത്തോട് അടുക്കുകയാണ്. അപ്പോൾ നന്മയിൽ മുന്നേറാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. കഴിഞ്ഞ ഒരു ദുൽഹിജ്ജ പോലെയല്ല ഈ ദുൽഹിജ്ജ. കൂടുതൽ പ്രവർത്തിക്കാൻ, കൂടുതൽ നന്മ ചെയ്യാൻ നമ്മൾ താല്പര്യമുണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുകയും വേണം. ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിനു മുമ്പ് ദുൽഹിജ്ജ, അല്ലാഹു തആല 12 മാസങ്ങളെയാണ് സൃഷ്ടിച്ചത്. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾക്ക് വളരെയധികം ശ്രേഷ്ഠതയാണ്. ഒന്ന് കഴിഞ്ഞു പോകുന്ന ദുൽഖഅദ മാസം, പിന്നെ ഇനി വരാനിരിക്കുന്ന ദുൽഹിജ്ജ മാസം, അതുപോലെ തന്നെ മുഹറം മാസം, പിന്നെ റമളാനിന് മുമ്പുള്ള പരിശുദ്ധമായ റജബ് മാസം. ഈ 4 മാസങ്ങൾ അതിശ്രേഷ്ഠമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും എന്നാണ് വിശുദ്ധമായ ഖുർആൻ ഈ 4 മാസങ്ങളെ പറ്റി പറഞ്ഞത്. ഈ 4 മാസങ്ങളിൽ
നമ്മൾ നന്മ ചെയ്താൽ മറ്റു മാസങ്ങളിൽ നമുക്ക് തരുന്ന പ്രതിഫലത്തേക്കാൾ ഇരട്ടിയായി പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ്. അപ്പം അതുകൊണ്ട് ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ, അല്ല ദുൽഹിജ്ജ 30 അല്ലെങ്കിൽ ദുൽഹിജ്ജ 29 നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ ചെയ്താൽ അൽഹംദുലില്ലാ ജീവിതം ഭാസുരമാകും. ഇതും അത് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഒരു സൂറത്ത് പറയുന്നുണ്ട്. സൂറത്തുൽ ഫജ്ർ എന്നാണ് ആ സൂറത്ത്. ആ സൂറത്തിൽ അല്ലാഹു തആല ആദ്യം പറയുന്നത് വൽ ഫജ്ർ. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. അത് കഴിഞ്ഞ് വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യം. അള്ളാഹു ഒരു വസ്തുവിനെ സത്യം ചെയ്തു പറഞ്ഞാൽ ആ വസ്തു വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുവാണ്. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. കാരണം പ്രഭാതത്തിലാണ് അള്ളാഹു തആല ഓരോ മനുഷ്യൻ്റെയും അവൻ്റെ ജീവിതത്തിലുള്ള ബറക്കത്തുകൾ നിർണയിക്കുന്നത് പ്രഭാതത്തിലാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വലയാലിൻ അശ്ർ, 10 രാത്രികൾ, വെറും രാത്രികളല്ല, 10 രാത്രികൾ. ഈ 10 രാത്രികൾ ഏതാണ് എന്ന് തഫ്സീറിൻ്റെ ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഇതിലൊക്കെ ഏറ്റവും അഫ്ളലായിട്ടുള്ള അഭിപ്രായം, ഏറ്റവും റാജിഹായിട്ടുള്ള അഭിപ്രായം, പരിശുദ്ധമായ ഇനി വരാനുള്ള ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 to 10 ദിവസങ്ങളാണ് ഖുർആൻ പേരെടുത്തു പറഞ്ഞിട്ടുള്ള, ഖുർആൻ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള 10 രാത്രികൾ. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ രാത്രികൾ അതിശ്രേഷ്ഠമാണ്, വളരെയധികം പ്രതിഫലങ്ങളുള്ളതാണ്, വളരെയധികം മഹത്വമുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫ്ളലുൽ അയ്യാമുദ് ദുനിയാ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അത് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. ആ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ രാത്രികളാണ് വിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള രാത്രികൾ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാത്രികൾ. ഈ വലയാലിൻ അശ്ർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 10 രാത്രികൾ. ഈ 10 രാത്രികൾ ഏതാണെന്ന് 2 അഭിപ്രായമുണ്ട്. ഒന്നാമത്തെ മഹാന്മാർ പറയുന്ന അഭിപ്രായം അത് റമളാനിലെ അവസാനത്തെ 10, അത് ഭയങ്കര ശ്രേഷ്ഠമുള്ള 10, റമളാനിലെ അവസാനത്തെ 10. അതല്ല, ഇത് ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള രാത്രികളാണെന്നാണ് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറയുന്നത്. കാരണം എന്താ? ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് ഏകദേശം മുഴുവൻ ഇബാദത്തുകളും ഒരുമിച്ച് കൂടുന്നത്. അതായത് ഇജ്തിമാഉ മുഹിമ്മാത്തിൽ ഇബാദാത്തി ഫീഹാ, ഏറ്റവും മുഖ്യമായ ഇബാദത്തുകൾ ഒരുമിച്ച് കൂടുന്ന 10 രാത്രികൾ. റമളാനിൽ ഹജ്ജില്ല, അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഏകദേശം എല്ലാ അമലുകളും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 10 ദിവസത്തിൽ ചെയ്യാം. ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് റമളാനിലെ നിർബന്ധമായ നോമ്പ് പിടിക്കാൻ പറ്റില്ല. അതൊഴിച്ചു കഴിഞ്ഞാൽ ഹജ്ജുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കയുണ്ട്, അതുപോലെ ഉംറയുണ്ട്, അതുപോലെ ഉദ്ഹിയ്യത്തുണ്ട്. ഈ ഒരു അമലുകളെല്ലാം ഒന്നിച്ചു വരുന്ന ദിവസങ്ങളാണ് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. ഇമാം തുർമുദി തങ്ങളുടെ അഭിപ്രായം, ലൈലത്തുൽ ഖദറിൻ്റെ രാവിനോട് കിടപിടിക്കുന്ന, ലൈലത്തുൽ ഖദറിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രേഷ്ഠമാണ്, ലൈലത്തുൽ ഖദറിൻ്റെ രാവിനോട് കിടപിടിക്കുന്ന ആ ഒരു മഹത്വത്തിലേക്ക് എത്തുന്ന രാത്രികളാണ് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള രാത്രികൾ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമാണ്. ഞാനീ പറഞ്ഞു വരുന്നത് ഒരു 9 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ 9 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ ഒരു രാത്രികളുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണ്ടേ? മാത്രമല്ല 700-ഉം അതുപോലെ 7000-ഉം ഇരട്ടി പ്രതിഫലങ്ങൾ ഇബാദത്തുകൾക്ക് കിട്ടുന്ന രാത്രിയാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള രാത്രികൾ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ 10 ദിവസങ്ങളിൽ ഓരോ ദിവസവും ലികുല്ലി യൗമിൻ അൽഫു യൗം, ഓരോ ദിവസവും 1000 ദിവസം പോലെയാണ്. അതായത് 1000 ദിവസത്തിൻ്റെ മഹത്വമാണ് ഈ ഉള്ള ഓരോ ദിവസത്തിനുമുള്ളത്. ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് പ്രതിഫലങ്ങൾ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതൊക്കെ ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ അമൽ ചെയ്യണമെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേത് തഅലീം ഉണ്ടാവണം. തഅലീം എന്ന് പറഞ്ഞാൽ ഒരു മഹത്വം കൽപ്പിക്കണം. ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഒരു മഹത്വം കൽപ്പിക്കണം, ഒരു ആദരവുണ്ടാവണം. കാരണം വിശുദ്ധമായ ഖുർആൻ പേരെടുത്തു പറഞ്ഞ രാത്രികളാണ്, 10 രാത്രികളാണ്.
വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങൾ, ഇത് അല്ലാഹുവിൻ്റെ ചിഹ്നമാണ്. ഉളുഹിയ്യത്ത് അല്ലാഹുവിൻ്റെ ചിഹ്നമാണ്. ഹജ്ജ് അല്ലാഹുവിൻ്റെ ചിഹ്നമാണ്. ഉളുഹിയ്യത്ത് മൃഗങ്ങൾ അല്ലാഹുവിൻ്റെ ചിഹ്നമാണ്. അതുപോലെ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ, അതായത് അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ മഹത്വം കൊടുക്കണം, ശ്രേഷ്ഠത കൊടുക്കണം. എന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നുമില്ല. പടച്ചോനെ, ആ തിന്മ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ, പടച്ചോനെ ഇത് ദുൽഹിജ്ജ മാസമല്ലേ, ഇത് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ പെട്ടതല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. എന്തെങ്കിലും തിന്മ കാണാൻ തോന്നിയാൽ കാണുന്നില്ല, പറയാൻ തോന്നിയാൽ പറയുന്നില്ല, ചെയ്യാൻ തോന്നിയാൽ ചെയ്യുന്നില്ല. കാരണം എന്താ? ഇത് ദുൽഹിജ്ജ മാസമാണ്. ഒരു ആദരവ് നമ്മുടെ മനസ്സിലുണ്ടാവണം. രണ്ടാമത്തേത് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാൻ. വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ രാത്രിയിലും മഗ്രിബിന് ശേഷം സൂറത്തുൽ ഫജ്ർ ഓതൽ പ്രത്യേകം സുന്നത്താൻ. ഇനി 30 ദിവസം ഓതാൻ പറ്റിയില്ലെങ്കിൽ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഏറ്റവും നല്ല സമയം ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ്, സൂറത്തുൽ ഫജ്ർ ഒരു പ്രാവശ്യം നമ്മൾ ഓതാൻ മറന്നു പോവാൻ പാടില്ല. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം വിശാലമാണ്. ജീവിതം വിശാലം എന്ന് പറഞ്ഞാൽ ആഫിയത്ത്, ആരോഗ്യമുള്ള ദീർഘായുസ് കിട്ടും. അതുപോലെ തന്നെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അല്ലാഹു മാറ്റി നൽകും. സൂറത്തുൽ ഫജ്ർ ഓതണം. പിന്നെ ഉലമാക്കൾ ഒരുപാട് സൂറത്തുകൾ പറയുന്നുണ്ട്. ഈ ഒരു മാസത്തിൽ പ്രത്യേകം മോദൽ സുന്നത്തായ, നമുക്ക് വേറൊന്നുമില്ല, നമ്മൾ സാധാരണ ഓതുന്ന സൂറത്ത് യാസീനുണ്ട്, മുൽക്കുണ്ട്, വാക്കിയുണ്ട്, അതുപോലെ സൂറത്ത് റഹ്മാനുണ്ട്, അതുപോലെ ചെറിയ ചെറിയ സൂറത്തുകൾ, ആയത്തുകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ കൃത്യമായി വിട്ടുപോവാതെ ഓതുക, പ്രത്യേകിച്ച് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ. അതുപോലെ തന്നെ മഹാന്മാരെ ഉലമാക്കൾ എഴുതി വെക്കുന്നു, ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ചെറിയ സൂറത്ത്, ആ സൂറത്തുൽ ഇഖ്ലാസ് ഒരു മനുഷ്യൻ ഒരു ദിവസം 200 പ്രാവശ്യം പറയുന്നു. ഒരു ദിവസം 200 പ്രാവശ്യം കുത്തിയിരുന്നിങ്ങനെ ഓതണം എന്നില്ല, അങ്ങനെ ഓതാൻ പറ്റുന്നവർക്ക് ഓതാം. ഇല്ലെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, ആ 24 മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു 200 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്. ഇത് 200 പ്രാവശ്യമൊക്കെ എത്രയോ ഉസ്താദ്, എന്ത് സൂറത്തുൽ ബഖറ ഓതാനല്ലല്ലോ പറഞ്ഞത്, സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ. ചെറിയ ആയത്തുകളാണ്, ചെറിയ സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കൂടിപ്പോയാൽ 6 സെക്കൻഡ്. 6 സെക്കൻഡ് ഉണ്ട്. നമുക്ക് 200 പ്രാവശ്യം ഓതാൻ എത്ര സമയം വേണം? നമുക്ക് ജോലി ചെയ്യുന്നതിന്, ഉമ്മമാർക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ, ഉപ്പമാർക്ക്, ബാക്കിയുള്ളവർക്ക് നമ്മുടെ എന്താണ് ജോലി, ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെയ്യാം. വലിയ അശുദ്ധിക്കാരൻ ആവാൻ പാടില്ല, വലിയ അശുദ്ധിക്കാരി ആവാൻ പാടില്ല, അതുപോലെ തന്നെ ആർത്തവമുള്ള മെൻസസ് ഉള്ള ഉമ്മയാവാൻ പാടില്ല. ബാക്കി എല്ലാവർക്കും ഈ ഒരു വുളു വേണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. നമുക്കിത് ഏത് ജോലി ചെയ്യുമ്പോഴും ഇത് നമുക്ക് ഓതിക്കൊണ്ടിരിക്കാം. സൂറത്തുൽ ഇഖ്ലാസ് ഒരു ദിവസം 200 പ്രാവശ്യം. മറന്നു പോവണ്ട. ദാരിദ്ര്യം മാറും, കടം മാറും, അതുപോലെ സിഹർ, അതുപോലെ നമ്മുടെ രോഗങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ മാറ്റി നൽകുമെന്നാണ്. പിന്നൊരു അഭിപ്രായം പറയുന്നു, ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ദുൽഹിജ്ജ എന്നാണെന്ന് അറിയുന്ന ആ ഒരു രാത്രിയിലോ സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ അടുത്ത വർഷം ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊരു സ്വഹീഹായ ഹദീസായിട്ട് ഉലമാക്കൾ ആരും അങ്ങനെ പറയുന്നതായി കേട്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ അടുക്കൽ അത് കിട്ടിയിട്ടില്ല. അങ്ങനെ പറയുന്ന ആളുകളുമുണ്ട്. പിന്നെ സൂറത്തുൽ ഹജ്ജ് നമുക്ക് ഓതിയാൽ കൂലിയുണ്ട്. പിന്നെ അടുത്ത വർഷം ഹജ്ജിന് പോകാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ ചോദിക്കരുത്. അത് പല ആളുകളും ഇനി ഉണ്ടാക്കിയെടുത്തതാണോ, അത് നിർമ്മിച്ചെടുത്ത ഹദീസാണോ, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസാണോ, അത് നമുക്ക് നമ്മുടെ അടുക്കൽ അത് കൃത്യമായി കിട്ടിയിട്ടില്ല. എങ്കിലും സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ ഒരു പ്രതിഫലം ഉണ്ട്. ഏത് സൂറത്ത് ഓതിയാലും പ്രതിഫലം ഉണ്ടല്ലോ. അപ്പോൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ പാരായണം, പരമാവധി അറിയാവുന്ന സൂറത്തുകൾ. മൂന്നാമത്തേത് ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഈ ഒരു ദിക്റാണ് ദുൽഹിജ്ജ മാസം 1 മുതൽ 30 വരെയും, അല്ലെങ്കിൽ ദുൽഹിജ്ജ മാസം 1 മുതൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുൽഹിജ്ജ 1 to 10 നമ്മൾ ഏറ്റവും കൂടുതൽ ദിക്ർ പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ദിക്റാണ് ഈ ദിക്ർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
അതൊരു ദിക്ർ. മറ്റൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്ർ. അതുപോലെ തന്നെ മറ്റൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു ദിക്റുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പിന്നെ അറിയാവുന്ന ഏത് ദിക്ർ പറഞ്ഞാലും പ്രതിഫലമുണ്ട്. പിന്നെയോ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് നോമ്പിൻ്റെ കാര്യമാണ്. സുന്നത്തായ നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റിയ ഏറ്റവും ഖൈറായ ദിവസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ദുൽഹിജ്ജ 1 to 10 വരെയുള്ള ദിവസങ്ങളിൽ മിക്ക ദിവസവും നബിതങ്ങൾക്ക് നോമ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദുൽഹിജ്ജ 9 അന്ന് അറഫ നോമ്പ് നബിതങ്ങൾ പിടിക്കുമായിരുന്നു. അറഫ നോമ്പ് വളരെ ശ്രേഷ്ഠമുള്ള നോമ്പ്. ഇൻഷാ അല്ലാഹ് അറഫയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് വിശദമായിട്ട് അതിൻ്റെ പ്രതിഫലങ്ങൾ പറയാം. പിന്നെ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഒരു തിങ്കളാഴ്ചയും അതുപോലെ ഒരു വ്യാഴാഴ്ചയും വരൂലേ, അപ്പോൾ ആ ഒരു ദിവസങ്ങളിലും പ്രത്യേകം നമ്മൾ മനസ്സിൽ കരുതിയിട്ട് നിയ്യത്ത് വെച്ച് റമദാനിൽ ഖളായി പോയ നോമ്പുണ്ടെങ്കിൽ അതൊക്കെ നിയ്യത്ത് വെച്ച് നമുക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാം. വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം തക്ബീർ പറയലാണ്. തക്ബീർ അധികരിപ്പിക്കലാണ്. പെരുന്നാൾ ദിവസം, അതായത് ദുൽഹിജ്ജ 10 അന്ന് ബലിപെരുന്നാൾ ദിവസവും അതിന് ശേഷമുള്ള 3 ദിവസമുണ്ട്. അതായത് 2ാം പെരുന്നാൾ, 3ാം പെരുന്നാൾ, 4ാം പെരുന്നാൾ നമ്മൾ പറയൂലേ, ആ ദിവസങ്ങളിലും അതല്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലൊക്കെ എന്ത് തക്ബീർ പറയണം. അതുപോലെ തന്നെ ഉളഹിയ്യത്ത് മൃഗത്തെ കാണുമ്പോഴും തക്ബീർ പറയണം. ഏതാണ് തക്ബീർ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതിങ്ങനെ നീട്ടി പറയണമെന്നില്ല. നമുക്ക് സാധാ പറയാൻ പോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ പറഞ്ഞാലും മതി. ഇനി ഇങ്ങനെയും പറയണമെന്നില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ തക്ബീർ പല രൂപത്തിൽ പറയാം. പക്ഷേ ഈ ഒരു രൂപത്തിൽ, നമ്മൾ ആദ്യം പറഞ്ഞ രൂപത്തിലാണ് നമ്മൾ പെരുന്നാളിനും അതുപോലെ തന്നെ ഉളഹിയ്യത്ത് അറക്കുന്ന സമയത്തൊക്കെ പറയേണ്ട തക്ബീർ. ഇനി നമ്മൾ 6ാമതായി നോക്കുന്നത് ഹജ്ജ് ഉംറ. ഇത് നമുക്ക് പറ്റൂല. നമ്മൾ നാട്ടിലുള്ള ആളുകളാണ്. ഹജ്ജ് ഉംറ, അതായത് ദുൽഹിജ്ജ 1 to 10 വരെ ചെയ്യാൻ പറ്റിയ അമലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള അമൽ അത് ഹജ്ജാണ്, ഉംറയാണ്. പക്ഷെ അത് അവിടെ ഹാജിമാരാണ് ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഉസ്താദ് ഈ ഹാജിമാർ അവിടെ ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അവിടെ ഹജ്ജുമായി ബന്ധപ്പെട്ട അമലുകളെല്ലാം ഹറമിലാണ് ചെയ്യേണ്ടത്. ഹറമുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ചെയ്യേണ്ടത്. നമ്മൾ നാട്ടിൽ ഇവിടെ നിന്നൊന്നും ചെയ്യാനില്ല. പിന്നെ ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി ദ്വാരക, അല്ലാഹു അവരെ ഒരു പ്രയാസമില്ലാതെ നീ സുരക്ഷിതമായി വീട്ടിലെത്തിക്കണേ, അവരുടെ അമലുകൾ സ്വീകരിക്കണേ, അടുത്ത വർഷം എനിക്ക് ഹജ്ജിന് പോകാൻ തൗഫീഖ്, അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കലാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അവരോട് നമ്മൾ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധമായ അറഫയുടെ ദിവസം നമ്മൾ സുന്നത്ത് നോമ്പ് പിടിക്കലും പ്രത്യേകം ഖൈറാണ്. ഇതാണ് ചെയ്യണം. അപ്പോൾ 6ാമത്തേത് ഹജ്ജും ഉംറയുമാണ്. അത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, അത് അവരാണ് അവിടെ ചെയ്യുന്നത്. 7ാമത്തേത് ഉളഹിയ്യത്താണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ ചെയ്യാൻ പറ്റില്ല. ദുൽഹിജ്ജ 10, 11, 12, 13 ഈ ദിവസങ്ങൾ, അതായത് ബലിപെരുന്നാൾ ദിവസം, അതുപോലെ 2ാം പെരുന്നാൾ, 3ാം പെരുന്നാൾ, 4ാം പെരുന്നാൾ, ഈ ദിവസങ്ങളിൽ ഉളഹിയ്യത്ത് ഏറ്റവും അധികം നബിതങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ. അതായത് പെരുന്നാൾ ദിവസം ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഖൈറായ അമൽ അത് ഉളഹിയ്യത്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യയാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം നമ്മൾ അവിടെ നടപ്പാക്കുകയാണ്. ഹാജിമാരോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. 8ാമത്തേത് ദുആ വർദ്ധിപ്പിക്കുക. ഒരുപാട് ദുആ എല്ലാ സമയത്തും നമ്മൾ എപ്പോഴും ദ്വാരക്കുക. രാത്രിയും പകലും ഒക്കെ ദ്വാരക്കണം. കൈ ഇങ്ങനെ ഉയർത്തി തന്നെ ദ്വാരക്കണം. നമുക്ക് മനസ്സിലിങ്ങനെ ദ്വാരക്കാം. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഏറ്റവും നല്ല ദുആയാൻ, നബിതങ്ങൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച ദുആയാൻ റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഈ രണ്ട് ദുആയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദുആ. ഈ ദിവസം പിന്നെ അറിയാവുന്ന ദുആയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. 9ാമതായി ശ്രദ്ധിക്കേണ്ടത് മറ്റ് സൽക്കർമ്മങ്ങൾ പരമാവധി അധികരിപ്പിക്കുക. സ്വതക്കകൾ, അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുക. കുടുംബ ബന്ധം, പെരുന്നാളിന് പോവാം എന്നങ്ങനെയല്ല. ആരെങ്കിലും നമ്മൾ പിണങ്ങിയിരിപ്പുണ്ട്, ആ പെരുന്നാളൊക്കെ ഏതായാലും ആവട്ടെ, അപ്പം ഒന്നും പോയി മിണ്ടിയാ പോരെ എന്ന് ചിന്തിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ദുൽഹിജ്ജ മാസം പിറന്നു കഴിഞ്ഞാൽ പിണക്കൊന്നും പാടില്ല. പിന്നെ എന്താ, എത്ര പിണക്കമുണ്ടെങ്കിലും അതൊക്കെ ഒരു സലാം കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞത് തീർക്കുക. പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക, സ്വതക്കകൾ വർദ്ധിപ്പിക്കുക, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സമയം. ഇങ്ങനെ 9 കാര്യങ്ങളാണ് ദുൽഹിജ്ജ 1 to 10 വരെ നമ്മൾ ചെയ്യേണ്ട, അറിയേണ്ട, മനസ്സിലാക്കേണ്ട, പറയേണ്ട കാര്യങ്ങൾ. അല്ലാഹു തആല ഇതെല്ലാം ജീവിതത്തിൽ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.